ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 103-ാമത്തെ സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എന്ന് പറയുന്ന വലിയ ആനന്ദത്തിന്റെ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം ഒരു ഭാഗത്ത് സമൂഹത്തിന്റെ കൃതജ്ഞതാ സ്തോത്രമാണ്, എന്നാൽ മറ്റൊരു ഭാഗത്ത് ദൈവം നൽകിയ വലിയ നന്മകളെ വ്യക്തി അനുസ്മരിക്കുകയാണ്. 22 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനം ദൈവത്തോടുള്ള വലിയ ഉടമ്പടിക്ക് നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ രാജ്യത്വത്തിന് നന്ദി പറയുന്നു, ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. ഇതൊക്കെ ഈ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് സ്നേഹമുള്ളവനും ക്ഷമാശീലനും കരുണാസമ്പന്നനുമാണ്. സ്നേഹത്തിലൂടെ മനുഷ്യൻ ദൈവത്തെ അറിയുന്നു. ദൈവം കാരുണ്യവാനാണെന്ന് സങ്കീർത്തകൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നതിനുള്ള കാരണങ്ങൾ നിരവധിയാണ്. അവിടുന്നാണ് സ്വന്തം ജനത്തെ വിമോചിപ്പിച്ചത്, ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ചത്, തലമുറകളായിട്ട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത്. ദൈവത്തിന്റെ പ്രകാശവും മഹത്വവും സകല ജനപദങ്ങൾക്കും ഐശ്വര്യം ചൊരിയുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തില് കർത്താവെ, സ്തുതിയുടെയും പുകഴ്ചയുടെയും നിന്റെ അനന്തമായിട്ടുള്ള നന്മകളെക്കുറിച്ചും ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ഈശോയെ, നിനക്ക് കൃതജ്ഞതയും സ്തോത്രവും നൽകുന്നു. ഈശോയും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ഉടമ്പടി അതൊരു ആഹ്ലാദത്തിന്റെ പ്രകടനമായിട്ട് മാറ്റണമേ. എന്റെ ജീവിതത്തിൽ ഇതുവരെ നൽകിയിരിക്കുന്ന എല്ലാ കരുണയുടെ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിന്റെ കരുതലിനും ഞാൻ നന്ദി പറയുന്നു. സർവശക്തനായ ദൈവത്തിന് മുൻപിൽ നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാം. അനുഗ്രഹത്തിന് നന്ദി പറയാം. ദൈവസമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.